जय कपीश लोक उजागर रामदूत अतुलित बलधाम अंजनी पुत्र पवन सुत नाम महावीर विक्रम बजरंगी कुमति निवार सुमति के संगी कंचन वरण विराज सुबेश कानन कुंडल कुंचित केसा वज्र ध्वजा विराज जने भूषाज शंकर सुवन केसरी नंदन तेज प्रताप महाजगवंदन കുടത്തിന്റെ ഉള്ളിൽ ആകാശം അതുപോലെയാണ് അത്രേ മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിൽ ആത്മജീവനെ കുടികൊള്ളുന്നത്. ഒരു കുട കുടത്തിന്റെ ഉള്ളിൽ എന്താ ആകാശം. കുടത്തിന്റെ ഉള്ളിൽ ഒരു ആകാശം ഉണ്ടല്ലോ ആകാശം എല്ലായിടത്തും ഉണ്ട്. ഒരു കുടം നിർമ്മിച്ച കുടത്തിന്റെ ഉള്ളിലും എന്താവും ആകാശം ഉണ്ട് അല്ലെ. ആ കുടം പൊട്ടിപ്പോയാലും ആകാശം എന്ത് ചെയ്യും? അതുപോലെ പ്രപഞ്ചത്തിന്റെ ഇരിക്കും. അത്രയേ ഉള്ളൂ. ആ കുടത്തിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ കുടത്തിന്റെ രൂപത്തിലായിരിക്കും ഈ ആകാശം ഇരിക്കുക. കുടം പൊട്ടിപ്പോയാലും ആകാശം സാധാരണ ഇവിടെ എല്ലായിടത്തും വ്യാപിക്കും. ഇതേപോലെ ഈ സർവവ്യാപിത്വം ഇതാണ് ആത്മാവ്. ഏത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആത്മാവ് എന്ന് തിരിച്ചറിയും. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപിനെ ബോധസ്വരൂപിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളെ ചെയ്യുക പറയാം. അതിനെന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? ഇതവര് ചോദിക്കുകയാണ് ഭഗവാനോട്. പറയുന്നു ക്രിയായോഗത്തെ പറഞ്ഞു കൊടുക്കണം എന്ന് പറയാം. അതിനെ ക്രിയ ചെയ്യണം. എന്ത് ചെയ്യണം? പൂജാ സമ്പ്രദായങ്ങളാണ് വിവരിക്കുക. അതിനെന്ത് എങ്ങനെയാണ് ക്രിയകൾ ചെയ്യണം? പലതരത്തിലുള്ള ക്രിയകളുണ്ട്. ഭാഗവതത്തിലെ കർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏക ഭാഗം ഭാഗവതത്തില് ഈ ഏകാദശത്തിന്റെ 27-ാം അധ്യായം മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും കർമ്മത്തിന് പ്രോത്സാഹനം ചെയ്യുന്നില്ല. ഈ ഏകാദശത്തിന്റെ 27-ാം അധ്യായത്തിൽ മാത്രമേ ക്രിയായോഗത്തെ പറയുന്നുള്ളൂ, കർമ്മത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്. ഭാഗവതം വെറുതെ ഭക്തിക്കാ പ്രാധാന്യം, കർമ്മത്തിന് അത്ര പ്രാധാന്യം. ദേവി ഭാഗവതം അങ്ങനെയല്ല, കർമ്മത്തിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇവിടെ ക്രിയായോഗത്തെ പറയണോ ഭാഗവതം? എന്തിനു പറയണോ? ഇവയെ സാധിക്കാൻ, ഈ ഭക്തിയെ കിട്ടണമെങ്കിൽ ക്രിയ ചെയ്തേ പറ്റുള്ളൂ, എല്ലാം പറ്റുള്ളൂ. അതിനാണ് നമുക്ക് പറയണം ശരീരശുദ്ധിക്കായിട്ട് എന്ത് ചെയ്യണം? ശരീരശുദ്ധിക്ക് ചെയ്യേണ്ട ഏറ്റവും നല്ല ഒരു കാര്യമാണ് വൃത്തിയായിട്ട് കുളിക്കുക. പിന്നീട് ആന്തരിക ശുദ്ധിക്ക് വേണ്ടിയിട്ട് മന്ത്രജപം ചെയ്യുക, ഭഗവാന്റെ നാമങ്ങളെ ജപിക്കുക.